പാലയിൽ പുതിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അത് നിയുക്ത MLA ജോസ് കെ മാണി. 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. അതുവരെ എല്ലാവർക്കും നിയുക്ത MLA ഒക്കെ ആകാം. ഇത് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? രാവിലെ ഞാൻ ഇന്ന് എൻ്റെ ഫോണ് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് കടപ്പാട്ടൂരിൽ ഉയർന്ന പുതിയൊരു ഫ്ലെക്സിനെ കുറിച്ച് കാണുന്നത്. കടപ്പാട്ടൂർ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ഈ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. അതായത് പാലായുടെ MLA ആയി ജോസ് കെ മാണി. അതാണ് പാലായുടെ സ്വപ്നം കാണാം. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതായിരിക്കില്ല എന്നുള്ളതായിരിക്കും മറ്റൊരു സത്യം. അതായത് മാണി സി കാപ്പനെ തകർത്തെറിയാനുള്ള അല്ലെങ്കിൽ പിന്നിലാക്കാനുള്ള ഒരു ആർജവം ജോസ് കെ മാണിക്ക് ഇതുവരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരുപാട് പേര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പല ഫാക്ടറുകളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സംഭവിക്കുന്നത്. വോട്ടുകൾ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് പല ഫാക്ടറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ചിലത് വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കാം, ചിലത് സാമുദായിക സംഘടനകളുടെ ഏകോപനം കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബാധിക്കും. പാലയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം ഫാക്ടറുകളായിരുന്നു നിലനിന്നിരുന്നത്? ഒന്ന്, സഭ, ക്രിസ്തീയ സഭ. ഈ പാലായിലും മത്സരിക്കുന്ന 3 പേർ, അതായത് LDF-ൽ നിന്നുള്ള ജോസ് കെ മാണി, UDF-ന് വേണ്ടി മാണി സി കാപ്പൻ, NDAക്ക് വേണ്ടി ഷോൺ ജോർജ്. ഇവർ 3 പേരും സഭയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. പിന്നെയുള്ളത് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തി വോട്ടുകളാണ്. കൂടാതെ ഓരോ പാർട്ടികളോടുള്ള വികാരവും ഇതിനൊരു വോട്ടിനൊരു ഫാക്ടറാവും. എനിക്കത് അവിടുത്തെ ശക്തമായിട്ടൊരു മുന്നണിയാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള മുന്നണിയാണ്. കാരണം നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈറ്റില്ലമാണ് പാല. അതെ. അപ്പോൾ ജോസ് കെ മാണിയുടെ അച്ഛനായിരുന്ന അല്ലെങ്കിൽ പപ്പയായിരുന്ന മാണി സാറ് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ചാണക്യനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ ചെയ്യാനും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം ധനമന്ത്രിയായിരുന്നു. ധനമന്ത്രിയായിട്ട് നമുക്കറിയാം നിയമസഭയിലേക്ക് വായിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിഷയങ്ങളും അദ്ദേഹത്തെ തടഞ്ഞു വിവാദത്തിൽ നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ലൈവായിട്ട് കണ്ടാണ്. പക്ഷെ അതാരും സമ്മതിച്ചിട്ടില്ല. അത് മറ്റൊരു കാര്യം. ഇന്ന് സമ്മതിക്കാത്ത ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജോസ് കെ മാണി UDF വിട്ട് LDF-ലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് UDF-നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത്. അതായത് ജോസ് കെ മാണിയെ പോലുള്ള ഒരാളെ കളയരുതായിരുന്നു. 1-2 സീറ്റിൻ്റെ പേരിലായിരുന്നെങ്കിൽ പോലും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി UDF-ലേക്ക് എന്നുള്ള വലിയ പ്രതീതിയൊക്കെ വന്നിരുന്നു. അവസാന നിമിഷം റോഷി അഗസ്റ്റൻ പാലം വലിച്ചതുകൊണ്ട് ജോസ് കെ മാണി UDF-ലേക്ക് പോയില്ല എന്നുള്ള ഒരുപാട് വാർത്തകളും നമ്മുടെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലും റോഷി അഗസ്റ്റനാണ്. പ്രസിഡന്റ് അല്ലാതെ വേറെ ആരാണ് പാലയിൽ മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് റോഷി അഗസ്റ്റൻ ചോദിക്കുന്നൊരു സാഹചര്യം വന്നു. LDF-ന്റെ യാത്രയിൽ പോലും ജോസ് കെ മാണിയെ വലിയ കിരീടമൊക്കെ ഉടുപ്പിച്ച്, അപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം അത്ര സംതൃപ്തിയല്ലായിരുന്നു എന്ന് പല വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്രൂശിലേറ്റിയ ക്രിസ്തു മുൾക്കിരീടം ധരിച്ചതുപോലെയാണ് LDF കൊടുത്ത കിരീടം ജോസ് കെ മാണി ധരിച്ചിരുന്നത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇത് എങ്ങനെയാണ് ജോസ് കെ മാണി കവർ ചെയ്ത് വരിക? അല്ലെങ്കിൽ ഷോൺ ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറാകാൻ പോകുന്നത് ഷോൺ ജോർജ് ആണ് എന്നുള്ള വാർത്തകളും പല കോണിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ഷോൺ ജോർജ് വിജയിക്കുമെന്ന് പറയുന്ന ചില കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ 3 പേരും സഭയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, സഭയുടെ കുഞ്ഞാടുകളാണ്. സഭ ആരോടൊപ്പം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഷോൺ ജോർജ് ആണെങ്കിൽ BJP മുന്നണിയോടൊപ്പമാണ് നിൽക്കുന്നത്. NDA സ്ഥാനാർത്ഥിയാണ്. പൂഞ്ഞാറിൽ നമുക്കറിയാവുന്നതുപോലെ PC ജോർജും മത്സരിക്കുന്നുണ്ട്. ഷോൺ ജോർജ് അദ്ദേഹം അവിടെ ശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും മാണി സി കാപ്പൻ ഫാക്ടറാണ്. മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ണാണ്. കോൺഗ്രസും ഈ കേരള കോൺഗ്രസും തമ്മിൽ വലിയൊരു ഫൈറ്റ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇല്ലെങ്കിലും പുറത്തുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഈ കോട്ടയം ജില്ല എന്ന് പറയുന്നത്. കാരണം ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലുത് എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസും അല്ല, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലുത് എന്ന് പറയുന്ന കേരള കോൺഗ്രസും ഉണ്ടായിരുന്ന സ്ഥലമാണ്. പുതുപ്പള്ളി ആണെങ്കിലും കോട്ടയത്തെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും ഇത് നിലനിന്നിരുന്നു.
ഈ തെരഞ്ഞെടുപ്പിൽ നിയുക്ത MLA ആയിട്ട് ഇപ്പോൾ തന്നെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് ജോസ് കെ മാണി. ഇനി അവസാനം റിസൾട്ട് വരുമ്പോൾ കൊടുത്ത പോസ്റ്ററിന്റെ കാശ് നഷ്ടമാകുമെന്ന്. കൊടുത്ത പോസ്റ്ററിന്റെ കാശ് നഷ്ടമായാലും കുഴപ്പമില്ല, എയറിലേക്ക് പോകാതിരുന്നാൽ മതി. ഇനി ഇലക്ഷന് തോറ്റങ്ങാനും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം എയറിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. നിയുക്ത MLA എയറിൽ എന്നുള്ള വാർത്തയായിരിക്കും മെയ് 4 ശേഷം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ട്വിസ്റ്റുകൾ നടക്കാനുള്ളൊരു വേദിയായിട്ട് ഞാൻ പാലയെ കാണാം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഷോൺ ജോർജിന്റെ സഭാതർക്കം അത് ഈ ഷോണിനെതിരെയും PC ജോർജിനെതിരെയും പ്രതിഫലിക്കും. ഈ ഇലക്ഷൻ 2 ദിവസം മുമ്പ് ഈ PC ജോർജ് സഭയ്ക്കെതിരെ വന്നിരുന്നു. ഇലക്ഷന് ശേഷമാണ്, അതായത് വോട്ടെടുപ്പിന് ശേഷമാണ് സഭയെ രൂക്ഷമായി ഷോൺ ജോർജ് ആക്രമിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സഭ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സഭയ്ക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് ഇവർ പറയുമ്പോൾ നമുക്ക് നോക്കുന്നത്. പക്ഷേ സഭയ്ക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയമായി കൂടാ? സഭയ്ക്ക് ആവശ്യമുള്ള നേതാക്കളെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കാം. ഒരു എല്ലാ ജാതി മത സംഘടനകൾക്കും പാർട്ടിയുണ്ട്. സഭയ്ക്ക് പോലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. സഭ അത് പുറത്ത് കാണിക്കില്ല. ഒരു ജാതി സംഘടനകളും പുറത്ത് കാണിക്കാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം NSSനാണെങ്കിലും SNDPക്കാണെങ്കിലും ഇവർക്കല്ല ഇന്ന ആളുടെ ഇന്ന നേതൃത്വത്തിലുള്ള അധികാരം വരികയാണെങ്കിൽ തങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും, അല്ലെങ്കിൽ തങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള സംഘടനകളാണ്. അപ്പം ഇപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ NSSന്റെ നിലപാട് എന്തായിരുന്നു? അതിവേഗം ബഹുദൂരം, ഇതായിരുന്നു NSSന്റെ നിലപാട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്കൊക്കെ ഗുണമുണ്ടാകുമെന്ന് ധരിക്കുന്ന ആളുകളാണ് സഭയിൽ കൂടുതലുമുള്ളത്. ചില സഭകൾക്ക് LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഗുണമുണ്ടാകൂ, ചിലർക്ക് BJP അധികാരത്തിൽ വന്നാൽ കൊള്ളാം, കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അവർക്ക് എളുപ്പമാകും എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവ സഭകളുമുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ സഭകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ആരധികാരത്തിൽ വരണമെന്ന് സഭകൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമല്ല. സഭകൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ആരാണ് അധികാരത്തിൽ വരുന്നതെന്ന് സഭ പറയുന്ന ആളല്ല വരുന്നത്, പക്ഷേ സഭയ്ക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരാളോട് ഒരു താല്പര്യം തോന്നിയാൽ അത് തുറന്നു പറയുന്നതിനെ കുറിച്ച് തെറ്റ് പറയാനില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷോൺ ജോർജ് പിടിക്കുന്ന ഓരോ വോട്ടുകളും അത് LDFിൽ നിന്ന് ചോരുന്ന വോട്ടുകളായിരിക്കും. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരപ്പോൾ 22,000 വോട്ടിൻ്റെ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. പരാജയപ്പെട്ടെങ്കിൽ 22,000 വോട്ട് എന്നുള്ള ഒരു ചെറിയ ഇതല്ല. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ്, അത് PDJS പോലുള്ള പാർട്ടികളുടെ ആ ഒരു വോട്ട് ഷോൺ ജോർജിലേക്ക് വരികയാണെങ്കിൽ LDFിൽ നിന്നായിരിക്കും അത് മാക്സിമം ചോരുന്നത്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും LDFന്റെ വോട്ടുകളാണ് ഏറ്റവും കൂടുതലും ചോർന്നു പോകുന്നത്. കാരണം അവിടെ UDFന്റെ വോട്ട് അവിടെ സേഫാണ്. അല്ല, പരമ്പരാഗതമായിട്ട് LDFന് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ജാതി സംഘടനയാണെങ്കിലും മതസംഘടനയാണെങ്കിലും പരമ്പരാഗതമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് LDFനായിരുന്നു. ആ വോട്ടുകൾ അവർ തിരിച്ചെടുക്കാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട കാരണം LDFന്റെ കുറച്ചു കാലങ്ങളായിട്ടുള്ള നിലപാടുകളാണ്, LDF എടുക്കുന്ന മറ്റു ചില വിഷയങ്ങളുടെ താല്പര്യങ്ങളാണ്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF പോലും പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു റിവേഴ്ഷിപ്പ് ഉണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിൽ LDFന് പോയിട്ടുള്ള വോട്ടുകളെല്ലാം തിരിച്ച് UDFിലേക്ക് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത്തരത്തിൽ ഇപ്പോൾ സഭയാണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് UDFന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന രീതിയിലേക്ക്, കഴിഞ്ഞ കാലങ്ങളിലൊന്നും ആര് വേണം അധികാരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല. പക്ഷേ ഇപ്രാവശ്യം UDF അധികാരത്തിൽ വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്ന പല സഭകളുണ്ട്, പല സംഘടനകളുണ്ട്. അപ്പോൾ ഈ ഒരു 10 വർഷം കൊണ്ട് സഭ വരെ മാറി ചിന്തിക്കാൻ ഒരു കാരണമായെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ VD സതീശൻ്റെ നിലപാട് എന്തായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ, ആരുടെയും മുന്നിൽ അടിയറവ് വെക്കേണ്ട, ഒരു ജാതി മത സംഘടനയുടെയും മുന്നിൽ അടിയറവ് വെക്കേണ്ട, പക്ഷെ അവരെ ആരെയും തള്ളിപ്പറയുന്നുമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. അപ്പം കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നൊരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് NSSന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലായിരുന്നു. അത് NSS ആദ്യം തന്നെ പറഞ്ഞു രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ NSS വിഷയമുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് കൊടുത്തത് എന്നുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. അദ്ദേഹത്തിന് പിന്നീട് ഒരു പേര് വന്നു കഴിഞ്ഞാൽ
അത് അതിൽ മുദ്ര കുത്തുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പം പാലയിലെ രാഷ്ട്രീയ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിയുക്ത MLA ആരാണ് എന്ന് മെയ് 4-ന് ശേഷം തീരുമാനിക്കാം. അതിനുശേഷം ജോസ് കെ മാണി ഏറിലേക്കാണോ അതോ നിയമസഭയിലേക്കാണോ എന്ന് നമുക്ക് നോക്കിക്കാണാം.